വെൽക്കം ടു സയൻസ് കിച്ചനേറ്റ്. ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും അതേപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിക്സ്ഡ് വെജിറ്റബിൾ കറിയാണ്. ഇത് അപ്പം, ചപ്പാത്തി, ദോശ എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഒരു കറി തന്നെയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമേ തന്നെ കറിയിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി 2 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും, ഒരു ക്യാരറ്റ്, 7-8 ബീൻസ്, ഒരു സവാള, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് വേവിച്ചാണ് എടുക്കുന്നത്. സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മറ്റ് പച്ചക്കറികൾ വേവിക്കുന്നതിൻ്റെ കൂടെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുവാനായി 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 5-6 കാഷ്യൂ നട്ട്സും കറിവേപ്പിലയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയുള്ളിയും ചേർത്ത് താളിക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് തിളച്ചു വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് മൂടി വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.